ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണേ. എത്ര പെട്ടെന്നല്ലേ ആഴ്ചകളൊക്കെ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതോണക്കൊരു സൺഡേയുടെ വീഡിയോ ഇട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നേ. കുറച്ചധികം പണിയുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നേരെ വന്ന് അടുക്കളയുടെ ജനലങ്ങ് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നല്ലൊരു കാറ്റൊക്കെ അടിക്കും, നല്ല രസമാണ്. പിന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചത്തെ ഉണ്ടാക്കുന്ന പോലെ ബ്രെഡ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചാണ്. എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് ബ്രെഡും ബട്ടറും അതിൽ തന്നെ എത്തലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് പാലൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കാമെന്ന്, തണുപ്പൊക്കെ മാറുമല്ലോ. അപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ സൺഡേ ആണ് ഈ ചായ കുടിക്കൽ കൂടുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പച്ചരി കുറച്ച് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വെച്ചാൽ നരച്ച് എന്താ പറയുക, കഴുകിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തലേ ദിവസം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പാത്രം കഴിയുന്ന സമയത്ത് എന്താ പറയുക, വെള്ളം സോപ്പ് അതിൽ തെറിച്ചിട്ട് ആകെപ്പാട് കുളമാവും. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അളവ് കപ്പ് ഇതാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു കപ്പിൽ ഒരു കപ്പ് പാലാണ് ഞാൻ 2 പേർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ആ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല് തിളച്ച് വന്നപ്പോഴും ആലോചിച്ചത് ബൂസ്റ്റ് ഉണ്ടാക്കാമോ. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ ബൂസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കുടിക്കലാണ് പതിവ്. ചായ കുടിക്കൽ ഇവിടെ തീരെ കുറവാണ്. ഈ പുറത്തൊക്കെ പോകുന്ന സമയത്താണ് ഞാനോ ആളോ അവനോ എന്താ പറയുക ചായ അങ്ങനെ കുടിക്കണത്. അല്ലാതെ വീട്ടിൽ ഞായറാഴ്ച ആയാലും രണ്ടാൾക്കും നിർബന്ധം ഇല്ല, അതുകൊണ്ട് ചായ ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നി കട്ടൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാപ്പി ഇല്ലേ, കാപ്പി ഉണ്ടാക്കി കുടിക്കലാണ് പതിവ്. ഈ ചായ കുടിക്കൽ തീരെ കുറവാണ്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ബൂസ്റ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മളിങ്ങനെ അതുണ്ടാക്കി കുടിക്കലാണ് പതിവ്. പിന്നെ ഞാൻ അരി അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അപ്പം ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്കുള്ള മാവ് ഇങ്ങനെ അരച്ച് വെക്കും. അപ്പം പണി കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്ന് അരയ്ക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ കുറച്ച് ചായ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ പണി ഇവിടെ കഴിഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞത് ആ മാവൊക്കെ അരച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാനൊരു ചോറ്റും പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് പതിവ്. പിന്നെ ഇതാ നമ്മൾ ബട്ടർ വെച്ചിട്ട് അത് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എളുപ്പപ്പണിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇർഫാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ബ്രെഡ് ഇങ്ങനെ ബട്ടറിൽ മുരിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞായറാഴ്ച ഇതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് 3 വെച്ച് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനം ഒരെണ്ണം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിഞ്ഞല്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു പോലെ വന്നെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരുന്നു. നല്ല മുരുമുരാന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാൽ അതൊക്കെ റെഡിയായി, ഞാൻ പോയി ചായ കുടിക്കട്ടെ. അപ്പം എന്നാൽ അത്രയേ ഉള്ളേ. അപ്പം ടാറ്റ.